നമസ്കാരം. രാജേഷാണ്. പിന്നെ ഒരു മുസ്ലിം പെങ്ങൾ സഹോദരി ഒരു ഡോക്ടറാണ്. അവർ വന്ന ഒരു വീഡിയോയിലൊരു കാര്യം പറഞ്ഞു. അവർ ഒരു സമരത്തിലാണ് 12 ദിവസം കൊണ്ട്. അവരെ ഭർത്താവ് മറ്റൊരു ഡോക്ടറാണ്, അദ്ദേഹം വേറെ വിവാഹം കഴിച്ചു എന്നാണ് ആ സഹോദരിയുടെ പരാതി. അപ്പോൾ ആ സഹോദരി പറയുന്നത് 100 പവൻ്റെ ഉരുപ്പടിയും 15 ലക്ഷം രൂപയും ആ സഹോദരി കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് വേണം, കോടതിയിൽ നിന്നുള്ള ഒരു പേപ്പറുണ്ട്, ആ വീട്ടിൽ കയറി താമസിക്കാൻ. ഇതൊക്കെയാണ് അവർ പറയുന്ന കാര്യം. അപ്പോൾ ഈ സഹോദരി ഈ മുസ്ലിം സഹോദരി പറയുന്ന കാര്യത്തിൽ ചെറിയൊരു തിരുത്തുണ്ട്. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും തെറ്റാണ്. സ്ത്രീ തന്നെ ഒരു ധനമായിരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പണം കൊടുക്കുന്നത്? താങ്കൾ ഈ സഹോദരി ഡോക്ടറാണ്, നല്ല വിദ്യാഭ്യാസമുള്ളൊരു സഹോദരിയാണ്. ഞങ്ങൾക്കൊന്നും അത്ര വിദ്യാഭ്യാസം ഇല്ല. ഒരു പുരുഷനായ ഒരു പെണ്ണ് വേണം, ഒരു പെണ്ണായ ഒരു ആണും വേണം. അങ്ങനെ ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഉരുപ്പടികൾ 100 പവൻ, 150 പവൻ, 50 പവൻ, ഇങ്ങനെ ഒരാൾ 100 പവൻ കൊടുത്താൽ മറ്റേ ആൾ 150 പവൻ കൊടുക്കും, അവൻ 150 കൊടുത്താൽ മറ്റേ 200 കൊടുക്കും. ചില കല്യാണങ്ങൾ കാണുമ്പോൾ ആ കുട്ടിയുടെ കഴുത്ത് മുഴുവനും ഉരുപ്പടി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതാരെ കാണിക്കാനാണ്? എന്തിനാണ് ഇത് കൊടുക്കുന്നത്? ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടല്ലേ വല്ലവനും പാമ്പിനെ വിട്ട് കടിപ്പിക്കുന്നത്. അടുത്ത് വീണ്ടും ഉരുപ്പടി കിട്ടുമെന്ന് പറഞ്ഞാൽ അടുത്ത് പോണത്. ഒരു ഡോക്ടർ, ഇപ്പോൾ നിങ്ങൾ ഡോക്ടർ വേണം, എഞ്ചിനീയർ വേണം, വക്കീൽ വേണം, ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു മനുഷ്യനെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു എങ്ങും ചെത്താതെ ഒരു ആഗ്രഹം. അതായത് വീട്ടുകാരാണ് കൂടുതലും പ്രശ്നക്കാർ. അവർ എൻ്റെ മരുമോന് ഇന്ന ജോലി വേണം, വെളിയിൽ പറയണം, 10 പേരെടുത്ത് പറയണം, ഇന്ന രീതി ആയിരിക്കണം. അത് നമ്മൾ ഒരു പയ്യൻ SLC തോറ്റ ഒരു പയ്യൻ, കാണാൻ നല്ല ഗ്ലാമറാണ്, നല്ല മമ്മൂട്ടിയെ പോലിട്ടുണ്ട്. അവൻ SLC തോറ്റു, പക്ഷെ അവൻ തട്ട് പണിക്കാണ് പോണത്. അവനൊരു പെണ്ണ് നല്ല ചേർക്കാനാണ്, വെള്ളം അടിക്കുക, സെറ്റ് അടിക്കുക, ഒന്നും ചെയ്യാത്ത നല്ല ചേർക്കാനാണ്. പക്ഷെ അവന് പെണ്ണയക്കുന്നില്ല. എന്നാൽ വെള്ളം അടിച്ചും വൃത്തികെട്ട് നടക്കുന്നത് അവന് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവൻ്റെ കൂടെ കഴിക്കും. അങ്ങനെ നോക്കരുത്. മനുഷ്യനെ നോക്കി നിങ്ങൾ കല്യാണം കഴിക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സ്ത്രീധനം മാച്ച ഡോക്ടറും കൊടുത്ത ഡോക്ടറും നിയമപരമായിട്ട് ശിക്ഷിക്കണം, രണ്ടുപേരും. ഈ 100 പവൻ്റെ ഉരുപ്പടിയൊക്കെ ഇട്ട് കല്യാണം കഴിച്ച് അയക്കുക എന്ന് വെച്ചാൽ അത് ഈ രക്ഷകർത്താവ് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അത് എൻ്റെ ഒരു അറിവ് വെച്ച്, എൻ്റെ ഒരു ബന്ധുവാണ്, അവർക്ക് 4 മക്കളുണ്ട്. അതിൽ അവരെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചു പോയപ്പോൾ ആ 4 മക്കളെ അവർ വീട്ടുജോലിക്കൊക്കെ നിന്നാണ് വളർത്തിയത്. അതിൽ ഒരു പെണ്ണിൻ്റെ കല്യാണം കഴിച്ച് അയച്ചപ്പോൾ ആ പെണ്ണിന് നല്ലപോലെ സ്ത്രീധനം കൊടുത്തു. അപ്പോൾ ഞങ്ങൾ തന്നെ അന്തം വിട്ടു. കൊടുത്തല്ല, ഈ കട്ടിൽ, മെത്ത ഇങ്ങനെയൊക്കെ കൊണ്ട് കൊടുത്തു, എല്ലാം വളരെ ഭംഗിയായിട്ട് കല്യാണം നടത്തി, ഒരു കുറ്റം പറയാതിരിക്കും. അപ്പോൾ ഇത്രയും കഴിവുണ്ടല്ലോ ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല അവർ ചെയ്തത്. അവർ ആ നാട്ടിലുള്ള എല്ലാവരും ഇതും കടം വാച്ചാണ് കല്യാണം. അവർക്ക് ആ നാട് വിടേണ്ടത്. ഒരു പെൺകുട്ടിയെ അയച്ചു കഴിഞ്ഞാൽ ആ കുടുംബം കുത്തുവാളം എടുക്കുകയാണ്. നമ്മൾ ഒരിക്കൽ ഇതേ മാധ്യമങ്ങളിൽ വന്നാണ് അമ്മയും മോളും വിഷം അടിച്ച്, അത് 200 പവൻ ഉരുപ്പടി ഇട്ട് കൊടുത്ത് കല്യാണം കഴിച്ച് അയച്ചു കൊടുത്ത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവളെ വേണ്ട. അവസാനം ആ തള്ളയും മോളും മരിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ നോക്കണം? മനുഷ്യനെ നോക്കി എന്ത് വിവാഹം കഴിച്ച് കൊടുക്കാതെ ഒരു മനുഷ്യത്വം നോക്കണം. നിങ്ങൾ വെറും ഉദ്യോഗം മാത്രം നോക്കരുത്. ഈ ഉദ്യോഗം കൈപരത്തിന് തേങ്ങ പോലെയാണ്. എപ്പോൾ വേണോ പോവാം. ഡോക്ടറായാലും എഞ്ചിനീയർ, വക്കീലായാലും ജോലിയൊക്കെ എപ്പോഴും വേണോ തെറിക്കാം, പിന്നെ എപ്പോഴും വേണോ മരിക്കാം. മനുഷ്യൻ്റെ ജീവിതമൊന്നും ഒരുപാട് കാലം ഈ ഭൂമി ഉള്ള കാലത്ത് നമ്മളൊന്നും ഇരിക്കില്ല. അപ്പം നിങ്ങൾ ഈ സ്ത്രീധനം കുറയ്ക്കുക, ഇങ്ങനെ ഒരു സമ്പ്രദായങ്ങൾ ഇല്ലാതാക്കുക. ഈ കല്യാണത്തിന് മറുപടിക്ക് പോകുമ്പോൾ ഇത് അലമാര, കട്ടിൽ, മെത്ത ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിർത്തുക. നിങ്ങൾ ആഡംബര ചിലവ് കഴിഞ്ഞ് ഒരു പെണ്ണിനെ അയക്കുന്ന ആ കുടുംബം കുത്തുപോകണം എടുക്കുകയാണ്. നമ്മളൊരു സുഹൃത്ത് തമിഴ്നാട്ടിലേക്ക് ഒരു പെണ്ണ് കേരളത്തിൽ നിന്ന് അയച്ചു. ലാസ്റ്റിൽ അയാൾ ഒരു പലചരക്കട ഇട്ടുന്നത്. ആ പലചരക്കട തന്നെ മതിയാക്കേണ്ടത്. കാര്യം ഈ പൊങ്കലിന് കൊണ്ടു കൊടുക്കണം, ദീപാവലി കൊണ്ടു കൊടുക്കണം, ഇങ്ങനെ ഓരോ കൊണ്ടു കൊടുക്കണം. അവരുടെ ബന്ധുക്കൾക്ക് തുണി എടുത്ത് കൊടുക്കണം. അവസാനം അദ്ദേഹം മരിച്ചു. ആ കട തന്നെ തൊലഞ്ഞു പോയി, ഒരു പെണ്ണിനെ അയച്ചുകൊണ്ട്. അപ്പോൾ ഒരു പെണ്ണിനെ ഈ പയ്യനെ കഷ്ടപ്പെട്ട് വളർത്തുമ്പോൾ തന്നെ പെൺകുട്ടിയും കഷ്ടപ്പെട്ട് വളർത്തണത്. അപ്പോൾ കല്യാണം കഴിച്ച് അയച്ചവനെ ആ രക്ഷകർത്താവ് എന്തിനാണ് കടക്കണിയിൽ വീണത്? ഏതൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാലും ആ വലിയവനായാലും ചെറിയവനായാലും, വലിയവന് വലിയ രീതിയിൽ കടം, ചെറിയവന് ചെറിയ രീതിയിൽ കടം. കടക്കാരനാവുന്നത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അയക്കുമ്പോഴാണ്. അതുകൊണ്ട് ഈ സ്ത്രീധനം എന്ന് പറഞ്ഞ സമ്പ്രദായം, ഈ മറുപടിക്ക് കൊണ്ടുപോകുന്ന സമ്പ്രദായങ്ങൾ, ഇതെല്ലാം വെച്ച് മതിയാക്കണം.
ഈ ഞാനൊരിക്കൽ കല്യാണത്തിന് പറഞ്ഞാൽ ഈ പെണ്ണ് കാണാൻ ചടങ്ങിന് ഞാൻ പോകാറില്ല. ഞാനൊരു പെണ്ണ് കാണാൻ ചടങ്ങിന് പോയി. ഒരു ഹൈജീൻ പയ്യനാണ്. അവൻ്റെ കൂടെ പെണ്ണ് കാണാൻ ഞാൻ പോയി. അവൻ കണ്ടപ്പോൾ ആ വീട് നല്ല വീടാണ്. ആ പെണ്ണ് നല്ല മര്യാദയുള്ള ഉള്ളതും കുടുംബമൊക്കെ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അവരുടെ കയ്യിലുള്ളത് 8 പവൻ്റെ ഉരുപ്പടിയും 45,000 രൂപ അവരുടെ കയ്യിലുള്ളൂ. അവരത് കൊടുക്കാമെന്ന് പറഞ്ഞു. അവരുടെ കയ്യിലുള്ളതാണ്. അവർ സത്യമായിട്ട് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞാണ്. പക്ഷേ ഈ വന്നവൻ ഈ പയ്യനെന്തിനാണ് 10 പവൻ്റെ ഉരുപ്പടിയും 50,000 രൂപ വേണം. ഇത് വർഷങ്ങൾക്ക് മുമ്പാണ്. അതോടുകൂടെ ഞാൻ അവർ ഇറച്ചി വിലയ്ക്ക് തൂക്കി വാങ്ങിക്കണമെന്ന് ഞാൻ ജീവിതത്തിൽ ഞാൻ പോയിട്ടില്ല ഈ പെണ്ണ് കാണാൻ. പിന്നെ ഒരുത്തൻ്റെ കൂടെ ഞാൻ പെണ്ണ് കാണാൻ ഞാൻ പോകാറില്ല. അപ്പോൾ എൻ്റെ മോൻ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ വില പറയരുത്. ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ നീ കല്യാണം കഴിച്ചുകൊണ്ട് ആ കുടുംബം ഒരിക്കലും കടക്കാരനായിട്ട് വരരുത്. ഇതാണ് എൻ്റെ ആഗ്രഹം. അത് ഒരു മനുഷ്യൻ നിങ്ങൾ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്തിനെ വഴിയാറാക്കരുത്. ആ കുടുംബത്തിനെ അത് ദൈവകോപം ഉണ്ടാവും. നമ്മൾ കുറച്ചൊക്കെ ദൈവത്തിനെ പേടിച്ചും കൂടെ ജീവിക്കാം മനുഷ്യൻ ഭൂമിയിൽ. ഈ സ്ത്രീധനം എന്ന് പറഞ്ഞ സാധനം അത് മതിയാക്കേണ്ടതാണ്. അതൊരു അന്യായമാണ്. അത് കുടുംബങ്ങളത് ഇല്ലാതാക്കുകയാണ്. അത് ഇതിൻ്റെ പേരിലാണ് ഈ കുടുംബങ്ങളൊക്കെ ഇല്ലാതാവുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഈ കുടുംബങ്ങൾ തമ്മിൽ യോജിച്ച് പോകാൻ സമ്മതിക്കാത്ത ഈ രക്ഷകർത്താവാണ്, തള്ളയും തള്ളയാണ്. അത് പയ്യൻ്റെയും പെണ്ണിൻ്റെയും. അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ മോളെ ഇതുവരെ ബന്ധം വേർപെടുത്താൻ പോണത് എന്ന് പറഞ്ഞ് കോടതി കേസായി. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങളെ ചിലപ്പോൾ പയ്യൻ്റെ വീട്ടുകാരെ ഉദ്ധരിക്കും, ഒന്ന് വരണം, നമ്മളെ കൂടെ ഒന്ന് വരണമെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 2-3 അവരെ കൂടെ പോയപ്പോഴാണ് കോടതിയിൽ ആ വക്കീൽ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞത് നീ എൻ്റെ മോളെ പോലെയാണ്, ഞാൻ അവരോട് സംസാരിക്കാം, നിനക്ക് പോയി ജീവിച്ചുകൂടെ എന്നാണ്. അപ്പോൾ ഈ പെണ്ണിൻ്റെ അച്ഛൻ പറയണത് ഞാൻ എൻ്റെ മോളെ പാത്രം കഴുകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വീടായ പാത്രം കഴുകണം, തുണി കഴുകണം, ചിലപ്പോൾ അമ്മാവനെത്തി ചോറ് കൊടുക്കണം, അമ്മാവിക്ക് ചോറ് കൊടുക്കണം, ഇപ്പോൾ ഭാര്യയുടെ വീട്ടുകാർക്ക് വന്ന് പയ്യെങ്കിൽ അവരെ ആശുപത്രി ഈ പയ്യൻ വന്ന് കൊണ്ടുപോകണം. ഇങ്ങനെയൊക്കെയുള്ള കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ബന്ധങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ബന്ധങ്ങൾ ചെയ്യാതെ ഈ പയ്യൻ്റെ വീട്ടുകാർ വിചാരിക്കുന്നത് പെണ്ണിനെ കൊണ്ടുവന്ന് നമ്മളെ വീട്ടിൽ താമസിക്കണം, അങ്ങോട്ട് പോകാനേ പാടില്ല. പെണ്ണിൻ്റെ വീട്ടുകാർ പറഞ്ഞ വിചാരിക്കുന്നത് ഈ പയ്യനെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ഇനി അവരുമായിട്ടൊരു ബന്ധം പാടില്ല, അവൻ്റെ സഹോദരിയായിട്ട് അമ്മയായിട്ട് അച്ഛനുമായിട്ടൊരു ബന്ധം പാടില്ല. ഇങ്ങനെയൊക്കെയാണ് ഈ 2 വീട്ടുകാർ തമ്മിലുള്ള ഈഗോയിലാണ് പല കുടുംബങ്ങളും തുറയുന്നത്. അങ്ങനെ വിചാരിക്കാതെ അവരെ ജീവിതത്തിലേക്ക് വിടുക. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവരെ കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കരുത്. ഒന്ന്. പിന്നെ നിങ്ങളുടെ ഈ സ്ത്രീധനം ഒരിക്കലും ദൈവത്തെ വെച്ച് കൊടുക്കരുത്. നിങ്ങളത് വെച്ച് മതിയാക്കണം. നിങ്ങൾ എന്തിനാണ് ഈ 150-200 പവന് കൊടുക്കണത്? എന്തിനാണ് കൊടുക്കുന്നത്? എത്ര പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ പറഞ്ഞത്, രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നുണ്ട്, സർക്കാർ പറയുന്നു, ഗവൺമെൻറ് പറയുന്നുണ്ട്, നമ്മളെ നിയമം പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ കൊണ്ട് ഒരു വഴിയില്ലെങ്കിൽ വേറൊരു വഴി കൊണ്ട് തള്ളിക്കൊടുക്കും. ഒരു വഴിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു ചുറ്റുവഴിഞ്ഞ് കൊണ്ടു കൊടുക്കും. അവന് കാറ്, ചിലവന്മാർക്ക് ബൈക്ക്, പിന്നെ എന്തൊരു സഹോദരിക്കൊരു മോതിരം, അമ്മാവിയാർക്ക് വള, ഇങ്ങനെ ഓരോ സമ്പ്രദായങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്ത് ഈ സമൂഹത്തിനെ കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഒരു പഴയ തലമുറയും പുതിയ തലമുറയും 2 തലമുറകൾ ഈ സമൂഹത്തിനെ കുട്ടിച്ചോറാക്കരുത്. അതുകൊണ്ട് സ്ത്രീയാണ് ധനം. ആ ധനത്തിനെ വയ്ക്കുക. അതൊരു സന്തോഷമായ ഒരു ജീവിതം കിട്ടും അവർക്ക്. പിന്നെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ വരും. നമ്മളിങ്ങനെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിക്കാൻ നോക്കിയാൽ അവൻ പാമ്പിനെ വിട്ട് കടിപ്പിക്കും. ആ പാവപ്പെട്ട പിള്ളേരെ കൊല്ലിക്കും. അത് ചെയ്യാതെ അവൻ വേണമെങ്കിൽ കെട്ടിയാൽ മതി, അല്ലെങ്കിൽ അവൻ കല്യാണം കഴിക്കണ്ട. കല്യാണം കഴിക്കുന്നവൻ സമ്പാദ്യം കണ്ട് കഴിക്കരുത്. കുടുംബജീവിതങ്ങൾ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ കണ്ടില്ലേ 13 വയസ്സായ ഒരു കുട്ടി അപ്പൂപ്പനെ കഴിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തേക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്തൊരു ഇതാണ്. ആ കുഞ്ഞ് ഒരു അപ്പൂപ്പനെ കൊല്ലാനുള്ള ധൈര്യം എവിടെ നിന്നാണ് പോയിട്ട്? അതിവിടെ സ്നേഹബന്ധമില്ല. അച്ഛനും അമ്മയും ഗൾഫിലാണ്, ആ കൊച്ചും മുത്തച്ഛൻ്റെ കൂടെയാണ്. ബന്ധങ്ങളെക്കുറിച്ച് അറിഞ്ഞൂടാ. എനിക്ക് എൻ്റെ മോന് അവൻ കൊച്ചിലെ ഒരു എൻ്റെ സുഹൃത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അറിയാം മക്കളെ? ഓ അറിയാം. ആരും മക്കളെ? അപ്പുറത്തേക്ക് ആളെ തൊട്ടടുത്ത കടയിലാണ്, എൻ്റെ സുഹൃത്താണ്. ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഇവനെ കൊണ്ടുപോയിട്ട് ഒരു കമ്പൊഴിച്ച് മുട്ടിന് താഴെ ഒരടി കഴിച്ചു. എന്താ നീ ആളെന്ന് പറഞ്ഞാൽ മാമൻ എന്ന് പറഞ്ഞുവിടാടാ, ആൻറ്റി എന്ന് പറഞ്ഞുവിടാടാ, അങ്കിളെന്ന് പറഞ്ഞുവിടാടാ, ആളെന്ന് പറയണം എന്ന് പറഞ്ഞ് ഞാൻ കൊച്ചിലെ വർഷങ്ങൾക്ക് മുമ്പേ ഒരടി കൊടുത്തു. അങ്ങനെ കുറേ വർഷം കഴിഞ്ഞ ശേഷം ഞങ്ങൾ കാറിൽ യാത്ര ചെയ്തപ്പോൾ ഒരു തലയ്ക്ക് സുഖമില്ലാത്തവർ നിൽക്കും. അപ്പോൾ ഈ എൻ്റെ മോൻ നിന്നുകൊണ്ട് പറഞ്ഞു, അച്ഛാ ഇത് ആ മാമന് തൻ്റെ സുഖമില്ലെന്ന് തോന്നുന്നു. ഞാൻ ഓ അത് ശരിയാണ്. കാര്യം അവൻ തലയ്ക്ക് സുഖമില്ലെങ്കിൽ ഇവനെക്കാലം പ്രായം കൂടുതലായതുകൊണ്ട് മാമൻ എന്ന് വിളിക്കുന്നത് ശരിയാണ്. അപ്പോൾ എൻ്റെ മോൻ വളർന്ന് ഇപ്പോൾ അവന് 20 വയസ്സായി. അവന് ഒരു കമ്പനിയിൽ ജോലിയുണ്ട്, സാംസങ് കമ്പനിയിൽ. അവന് ഈ ഇടയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് ശമ്പളം വാങ്ങിച്ചിട്ട് വന്നിട്ട് ഷർട്ടും ഒരു പാൻറ്റും ഒക്കെ എടുത്തിട്ട് വന്ന് ചെരുപ്പ് വാങ്ങിച്ചിട്ട് വന്ന് എൻ്റെ ഭാര്യയ്ക്ക് ഡ്രസ്സ് എടുക്കുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടല്ല അവൻ ചെയ്ത്.
അവൻ്റെ അമ്മമ്മയ്ക്ക് കൊണ്ട് പൈസ കൊടുത്ത്, അവൻ്റെ സഹോദരിക്ക് കൊണ്ട് പൈസ കൊടുത്ത്, അവൻ്റെ കുഞ്ഞമ്മയ്ക്ക് കൊണ്ട് പൈസ കൊടുത്ത്, അവനെ കൊണ്ട് പറ്റുന്ന ഇതെല്ലാം അവൻ ചെയ്തു. അപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ നമ്മളിപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുടുംബ ബന്ധങ്ങളിൽ ഇതൊക്കെ വേണം. ഇന്നലെ ഓണത്തിനുള്ള എല്ലാ സാധനവും വാച്ചവൻ വീട്ടിൽ കൊണ്ടുവന്ന്. അപ്പോൾ ഇത് ഒരു ഉത്തരവാദിത്വം, അത് ഭയങ്കര എനിക്ക് സംഭവമാണ്. അപ്പോൾ നമ്മൾ വളർത്തുന്ന രീതി ആയതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ മക്കളെ സ്നേഹിക്കുക. അതായത് നിങ്ങൾ പിള്ളേരെ കൊണ്ടുവന്ന് ഹോസ്റ്റലിലാക്കി അല്ലെങ്കിൽ മക്കളെ കൊണ്ട് എറിഞ്ഞിട്ട് ഗൾഫിൽ ചെന്ന് പൈസ ഉണ്ടാക്കിക്കൊണ്ടുവന്നൊരു കാര്യമൊന്നുമില്ല. മക്കളെ കൂടെ നിൽക്കുക. പണ്ടുള്ള ആൾക്കാരൊക്കെ ഈ മുത്തശ്ശിമാർ കഥ പറഞ്ഞു കൊടുക്കും ചെറുമക്കൾക്ക്. അങ്ങനെ അവരോട് നിന്ന കഥകളൊക്കെ ആയിട്ട് ആ പിള്ളേർ നല്ലൊരു കുടുംബിനിയായിട്ട് വരും. ഇന്ന് അങ്ങനെയല്ല വരും. ഇന്ന് മൊബൈൽ എടുത്ത് വെച്ചിട്ട് അവർ ഈ കൊച്ചി 13 വയസ്സായ കുട്ടി കൊല്ലാനുള്ള കാരണം കണ്ടുപിടിച്ച് ഈ മൊബൈലിൽ നിന്നാണ്. അതിൻ്റെ മുളക് കൂടി ഒരു വാരി തൂറ്റിയിരിക്കുന്നത് പോലീസ് വരാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് മാപ്പ് വരെ വരച്ചു കൊടുത്തു അടുക്കള വഴി കയറി വരാൻ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. അതെല്ലാം ഈ 13 വയസ്സായ കുഞ്ഞ് ഇത് കണ്ടുപഠിക്കുകയാണ്, സ്നേഹം പഠിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ മക്കളെ അല്പം സ്നേഹം കൂടെ പഠിപ്പിക്കുക. പണം മാത്രം എന്ന് പറഞ്ഞ് ഓടരുത്. മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവരാരോടെയാണ് കൂട്ടുന്നത്, ആരോടെയൊക്കെ കമ്പനി, അതൊക്കെ ഒന്ന് അന്വേഷിക്കുക, ഒളിച്ച് നിന്ന് നോക്കുക. അതൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ രക്ഷകർത്താവ് കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ മക്കളൊക്കെ കുറേ നേർവഴിക്ക് കൊണ്ടുവരാം കേട്ടോ. അത് പല രക്ഷകർത്താവും അത് വിചാരിക്കുന്നില്ല. മക്കളെ ആരൊക്കെയാണ് മക്കളെ കൂട്ടുകൾ ആരൊക്കെയാണെന്ന് ചിലപ്പോൾ അവരെ പ്രായം അനുസരിച്ച് തെറ്റ് പറ്റാം. നമുക്ക് പ്രായമുള്ള നമ്മളെന്ത് ആ തെറ്റിനെ തിരുത്തി കൊണ്ടുവരണം. ഒരു കൊമ്പ് അടുന്നവൻ്റെ നമ്മൾ ഒരു കൊമ്പ് മരം വെട്ടി ആ കൊമ്പ് അടുത്തവൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ നമ്മൾ മുറിച്ച് മാറ്റില്ലേ, അതുപോലെ നമ്മൾ അവർ തെറ്റായ വഴിക്ക് പോകണമെങ്കിൽ നമുക്ക് നേർവഴി കൊണ്ടുവരാം. ചിലപ്പോൾ പ്രായം കൊണ്ട് തെറ്റായ വഴിക്ക് പോകും, നമുക്ക് നേർവഴിക്ക് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ സമൂഹത്തിൽ നല്ല കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാൻ പോകുള്ളൂ. അതുകൊണ്ട് നല്ലൊരു സമൂഹത്തിനെ വാർത്തെടുക്കാൻ രക്ഷാകർത്താവുകളെ കൂടി നിന്നിട്ട് ഈ സ്ത്രീധനം എന്ന് പറഞ്ഞ് ഒഴിച്ചിട്ട് ഈ നിങ്ങളത് ഒരു സമുദായത്തിൻ്റെ എല്ലാ സമുദായം ഒരു സമുദായം എല്ലാവരുടെ സമുദായത്തിലും ഈ സ്ത്രീധനം എന്ന് വെച്ചാൽ ഭയങ്കര സംഭവമായിട്ടാണ് നിൽക്കുന്നത്. അതിന് എൻ്റെ അഭിപ്രായം, എൻ്റെ മോൻ്റെ ഞാൻ പറഞ്ഞത്, നീ കല്യാണം കഴിക്കുന്നതിൽ ഒരിക്കലും ആ കുടുംബം കണ്ണീരാവരുത്. അവർ മറുപടി നിന്ന് അടുക്കള കാണാതെ ചപ്പ് ചവർന്ന് പറഞ്ഞ് കൊണ്ടുവരാനും അവരെ കടക്കാരനാക്കാനും ചെയ്യരുത് കേട്ടോ. അതാണ് ഒരു ആഗ്രഹം. ഇത് ഞാൻ പറയണമെന്ന് തോന്നി പറഞ്ഞു. താങ്ക് യു.